നമസ്കാരം. ആനന്ദ് മയിലിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ പൂമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. തലപ്പറമ്പിനടുത്ത് പൂമംഗലത്തെ ബാലകൃഷ്ണേട്ടൻ്റെ ചായക്കടയിലാണ്. നല്ല തനി നാട്ടിൻപുറത്തൊരു ചായക്കട. നല്ല ചായ കുടിച്ചു, പൊറോട്ട വീണു, നാടൻ ഭാഗ്യ കഴിച്ചു. ഇവിടെ വന്നതിന് മറ്റൊരു പ്രത്യേകത കൂടി. ഞങ്ങൾ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ബാലകൃഷ്ണേട്ടൻ ഗ്ലാസ് തേങ്ങയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഗ്ലാസ് ചായ തരാൻ മാത്രമല്ല ബാലകൃഷ്ണേട്ടൻ ഉപയോഗിക്കുന്നത്. ബാലകൃഷ്ണേട്ടനെ സംബന്ധിച്ച് 40 വർഷമായിട്ട് ഇതൊരു ആയുധം കൂടിയാണ്. അത് എന്തിൻ്റെ ആയുധമാണ് എന്നതാണ് ഇപ്പോൾ കാണിച്ചു തരും. ആ ഒരു തേങ്ങ കൂടി നോക്കാം. ഈ തേങ്ങ പൊട്ടിക്കാൻ നമ്മൾ കത്തികൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ബാലകൃഷ്ണേട്ടൻ വളരെ ഈസി ആയിട്ട് ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്ലാസിൻ്റെ അടിയൊക്കെ പോയിട്ടുണ്ടാകുന്നു. ഒരു പ്രശ്നവുമില്ല. ഇതാ ഗ്ലാസ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പോറൽ പോലും ഇല്ല. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു തേങ്ങയും കൂടി നമുക്ക് പൊട്ടിക്കാം. സംഭവിക്കൂല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാലകൃഷ്ണയുടെ ചെയ്യുന്നുണ്ടെങ്കിൽ പലരും ട്രൈ ചെയ്തു. പക്ഷെ ഗ്ലാസ് 4 കഷ്ണമായി തേങ്ങ നിങ്ങളെ കൊടുത്താൽ മതി. ഏത് ഗ്ലാസ് കൊടുത്താലും മതി. ഏത് ഗ്ലാസ് കൊടുത്താലും കൊടുത്തു. ഇതാ സീച്ചാൻകാർ അവര് സംഭവ ഗ്ലാസ് കൊടുത്തിട്ട് ഗ്ലാസ് കൊടുക്കും. നിങ്ങൾ മുമ്പ് ഇത് കണ്ടിട്ടുണ്ടോ? കാണുന്നല്ലേ? നാട്ടുകാരനെയാ? അവര് ഇതിനെ കൊണ്ട് ഓടിച്ചാൽ മതി. അവരെ കൊടുത്ത് അതിനെ കൊണ്ട് ഓടിച്ചാൽ മതി. ഇതിനെ കൊണ്ട് ഓടിച്ചു. എനിക്കൊന്ന് പൊട്ടിക്കണമെന്നില്ല. പക്ഷേ ഇതിപ്പോ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് 40 വർഷം ബാലകൃഷ്ണേട്ടാ അല്ല ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല ഇതിന്റെ ടെക്നിക്ക് വരെ കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു സംഭവം പഠിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ആയതാണ്. എത്ര 40 വർഷം 10 വർഷം അങ്ങനെ വെള്ളത്തിന്റെ മേലെ കിടത്തും. വെള്ളത്തിന്റെ മേലെ കിടക്കും. വെള്ളത്തിന് എത്ര മണിക്കൂർ കിടക്കാം? ഭക്ഷണം വരെ ചായ പിടിക്കാനും ചെയ്യാം. മലർന്ന് കിടക്കും. ഇരിക്കാൻ ഇപ്പൊ ഇരിക്കാൻ കഴിയില്ല. ഇരിക്കാൻ വർത്തമാനം വരെ ചായ പിടിക്കാൻ എന്തോടിയില്ല. ഞാൻ പെരുമാച്ചേരിക്കാരനാണ്. തിരുക്കൂറ അച്ഛന്റെ വീട്, അമ്മേന്റെ വീട് പെരുമാച്ചേരി. പെരുമാച്ചേരി. ഈ കട എത്ര വർഷം? വീട് ഞാൻ 31 വർഷം. അത് മാത്രമല്ല ഇതിനൊരു പ്രത്യേകത. ഇത് കൃത്യമായി 2 ചെറിയ നല്ല ലെവലിൽ കിട്ടും. ഇത് എവിടെയും ഇങ്ങനെ പുറമെ ആള് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അവതരിപ്പിച്ച് കാണിക്കണം എന്നൊക്കെ. ഞാനൊക്കെ ഒരു കല്യാണത്തിന് കൊടുത്തില്ല. ഞാൻ വെറുതെ ഭാഷയായിട്ട് കൊടുത്തില്ല. ഞാൻ 100 ക്ലാസ് കൊണ്ട് മറ്റേ പഠിക്കുന്നതായിട്ട് ഞാൻ 100 അവര് കത്തിയാളുകൊണ്ട് പഠിച്ചു. നിങ്ങൾ ക്ലാസ് കൊണ്ട് ഒന്നും അതിന് കല്യാണത്തിന്റെ വാശി കൊടുത്തു. നമ്മൾ വെറുതെ താമസിച്ച് വാശിയില്ല. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു മോളോട് അല്ല അങ്ങനെ പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ ക്ലാസ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ കുറച്ച് ക്ലാസ് എല്ലാം ആദ്യം പണ്ട് പൊട്ടിയിട്ടുണ്ടാവും അല്ലെ? പിന്നെ ശരിയായി അല്ല ക്ലാസ് അറ്റേന്ന് ഇതുവരെ ഇല്ല. അതിലിപ്പോ ഒരു ക്ലാസ് കൂട്ടി ഒറ്റ പ്രാവശ്യം. അത് കംപ്ലീറ്റ് ചെറിയ 4 വരെ ഇതൊക്കെ. അപ്പൊ ഭക്ഷണത്തിനിപ്പോ ഇത് എല്ലാവരും കാണും. കുറെ ആൾ എന്തായാലും തേങ്ങ കൊണ്ട് പെട്ടെന്ന് തേങ്ങ ഉണ്ടാവും. ക്ലാസ് കൊണ്ടുവരുന്ന കൂട്ടർക്ക് ക്ലാസ്സും കൊണ്ടുവരാം അല്ലെ? പക്ഷെ ഗ്ലാസ് കൊണ്ടുവന്നാലും ഗ്ലാസും പൊളിക്കില്ല, തേങ്ങ പൊളിച്ച്. അല്ല ഈ പിടുത്തത്തിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഗ്ലാസ് വീട്ടിൽ പോയിട്ടൊന്ന് നോക്കാം. ക്യാമറ ഓഫ് ആക്കിയിട്ട് നമ്മളിത് രഹസ്യം പഠിക്കാൻ. ഓക്കെ.